യോഗത്തിന് സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ശ്രീ അരുൺ ദിവാകർ, യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് വേദി വിട്ട പ്രിയപ്പെട്ട ജനകീയ MLA ശ്രീ PS സുവാൽ, യോഗത്തിൽ മുമ്പ് സംസാരിച്ച പ്രിയങ്കരനായ അഹമ്മദ് കബീർ മന്നാനി അടക്കം പ്രിയപ്പെട്ട പ്രിൻസിപ്പൽമാരെ, പ്രിയപ്പെട്ട ടീച്ചർമാരെ, വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഈ സ്റ്റേജിൽ കണ്ടത് മൈലാഞ്ചി ഇടിയിൽ ചടങ്ങിനിരിക്കുന്ന ഒരു പുതിയ മാപ്പിളയും പുതിയ പെണ്ണിനെയാണ് ഞാൻ കണ്ടത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? ശരി, ഞാനൊരു 300 കയ്യടി മാത്രമേ കേട്ടിട്ടുള്ളൂ. മൊത്തം 470 പേരെന്നാണ് ഇവർ പറഞ്ഞത്. ബാക്കിയുള്ളവരുടെ കയ്യടി കേട്ടിട്ട് പോരാ, നമുക്ക് എഴുന്നേറ്റ് നിന്നൊരു നല്ല ക്ലാപ്പ് കൊടുക്കാം. ഒന്ന് നടുവൊക്കെ ഒന്ന് അനങ്ങട്ടെ. പ്രായമുള്ളവർ അവിടെ ഇരുന്നോളൂ കേട്ടോ, നല്ല പ്രായമുള്ളവർ. ഓക്കെ, സിഡൗൺ. പ്രായമുള്ളവരെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റു. ഈ അടുത്ത സമയത്ത് ബസ്സിൽ കയറിയ 2 സ്ത്രീകൾ സീറ്റിന് വേണ്ടി അടികൂടി. അപ്പോൾ അടി ഭയങ്കര മൂത്തപ്പോൾ കണ്ടക്ടർ പറഞ്ഞു, നിങ്ങളിൽ പ്രായം കൂടിയ ആൾ സീറ്റിലിരിക്കാൻ പറഞ്ഞു. വണ്ടി തിരുവനന്തപുരത്ത് എത്തിയിട്ടും സീറ്റ് കാലിയായിരുന്നു. അങ്ങനെ വിട്ടുകൊടുക്കാൻ നമുക്ക് മനസ്സില്ലെങ്കിലോ? പ്രായമായി എന്ന് സമ്മതിക്കാൻ. സാറിനെ കണ്ടില്ലേ, 79ൻ്റെ നിറവിലും 29ൻ്റെ പകിട്ടുമായിട്ടിരിക്കുന്ന ഒരു സാറിനെയല്ലേ കാണുന്നത്. എന്താ പിള്ളേരെ, നിങ്ങൾക്ക് ഇങ്ങനെ ആയിക്കൂടെ എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ അതിൽ അതിശയോക്തി ഒന്നുമില്ല കേട്ടോ. ശരി, പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷം. ഒരു സന്തോഷ കാര്യം കൂടെ പറയാൻ ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. ഈ വർഷത്തെ വിദ്യാഭ്യാസ വിചക്ഷണനുള്ള അവാർഡ് ഡോക്ടർ VK ജയകുമാറിന് നൽകുന്നതായി ഞാൻ ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുക. പ്രിയരെ, സാറിനെ പറ്റി ഒരുപാട് വിശദീകരിച്ചു. ഡോക്ടറായി ഭിഷഗ്വരനായി സേവനമനുഷ്ഠിച്ച് അവസാനം വിദ്യാഭ്യാസ വിചക്ഷണനായി മാറിയ ഒരു വലിയ ദാർശനികനാണ് നമ്മളോടൊപ്പം തെളിഞ്ഞ മനസ്സുമായി കുമ്പിട്ട മുഖവുമായി കഴിഞ്ഞ നിമിഷങ്ങളിലൂടെ ഇരുന്നു പോയത്. ഞാൻ വന്ന വഴിക്ക് വിചാരിക്കുകയായിരുന്നു, ഡോക്ടർ എങ്ങനെയാ സാറന്മാരുടെ മുന്നിൽ വന്ന് ഇരിക്കുന്നത്, എങ്ങനെയാണ് ഇങ്ങനെ എത്തിയത്? അപ്പോൾ എനിക്ക് മനസ്സിലായി, പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാസ്തായ സംഭവാമി യുഗേ യുഗേ. സംഭവിക്കുക തന്നെ ചെയ്യും, സംഭവിക്കാതിരിക്കില്ല. ദൈവം അതിന് ചിലരെ നിമിത്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ നമുക്കെല്ലാം പ്രിയങ്കരനായ, നമ്മുടെ കുടുംബത്തിലെ കാരണവരായ പ്രിയപ്പെട്ട ജയകുമാർ സാറിനെ ദൈവം അതിന് തെരഞ്ഞെടുത്തിരിക്കുക. ഇന്ന് 3 മഹാരഥന്മാരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസമാണ് ഒക്ടോബർ 2, അല്ലേ? വന്ന വഴിക്കെല്ലാം പായസം വിതരണവും കൊടിയുയർത്തലും ഒക്കെ നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണിന്ന്. ജയ് ജവാൻ ജയ് കിസാൻ. ഇന്ത്യയുടെ 2ാം പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജന്മദിനമാണിന്ന്. വിദ്യാഭ്യാസം എല്ലാ സാധാരണക്കാരനും എത്തണം. അതും മൂല്യമുള്ള ഇന്റർനാഷണൽ തലത്തിലുള്ള വിദ്യാഭ്യാസം മുഴുവൻ സാധാരണക്കാരുടെ മക്കളിലേക്കും എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഡോക്ടർ VK ജയകുമാർ എന്ന അത്ഭുത പ്രതിഭയുടെ ജന്മദിനമാണിന്ന്. കയ്യടി 300 വന്നിട്ടുള്ളൂ, 450 പേര് റെസ്റ്റില. പോരാ, നിങ്ങൾക്ക് എപ്പോ കൈയടിക്കണം തോന്നിയോ മനസ്സറിഞ്ഞ് കൈയടിക്കണം. 2 കാര്യങ്ങളുണ്ടാവും അതില്. ഒന്ന്, അറ്റാക്ക് വരാനുള്ള സാധ്യത കുറയും. ചത്താലും വേണ്ടിയില്ല, ഞാൻ അടിക്കില്ല എന്നാണോ? അടിച്ചേക്കണം. എപ്പോ ചാൻസ് കിട്ടിയോ അടിച്ചേക്കണം. 2ാമത്, നമ്മുടെ മനസ്സിന്റെ പക്വതയാണ് ഓരോ കയ്യടിയും. നമ്മുടെ കൂടെയുള്ള ഒരാളിനെ അഭിനന്ദിക്കുമ്പോൾ നാം കൊടുക്കുന്ന ഒരു കയ്യടി നമ്മുടെ മനസ്സിന്റെ വിശാലതയാ. ഒരു വട്ടവും കൂടെ നല്ലൊരു ക്ലാപ്പ് കൊടുത്ത്, വിശാല മനസ്സുള്ളവർ കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. ഇതുവരെയും നമ്മളുടെ പ്രിയപ്പെട്ട അതിഥികളെല്ലാവരും പ്രിയപ്പെട്ട ജയകുമാർ സാറിൻ്റെ അവദാനങ്ങൾ വാഴ്ത്തുകയായിരുന്നു. അവർ ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തു വെച്ച ഈ രാജ്യത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി, ഓരോ കുടുംബത്തിന് വേണ്ടിയും അദ്ദേഹം ചെയ്തു വെച്ച നന്മയെപ്പറ്റി വിശദീകരിക്കുകയായിരുന്നു. ഇനി ആർക്കെങ്കിലും മനസ്സിലായോ അദ്ദേഹം എന്ത് നന്മയാ ചെയ്തതെന്ന്? മിണ്ടാട്ടമില്ല. മിണ്ടൂലേ? നമ്മൾ നല്ലപ്പോൾ കാണുമല്ലേ? നമ്മൾ തമ്മിൽ മുൻ വൈരാഗ്യങ്ങളൊന്നുമില്ല. എന്താ മിണ്ടിയാൽ? അദ്ദേഹം എന്ത് നന്മയാ ചെയ്തേ?
ജയകുമാർ സാറേ, ഇതുവരെയുള്ള ഇരുത്തമെല്ലാം പോയി. അവർ ചുമ്മാ കൈയടിക്കുകയായിരുന്നു, ചുമ്മാ ചായയും വെള്ളം കുടിച്ച് തീർക്കുകയായിരുന്നു. ആരെങ്കിലും ഒന്ന് പറയപ്പാ, പറഞ്ഞോ. ഒരു നല്ല കൈയടി കൊടുത്ത മനസ്സുള്ളവര്. ശരിയോ തെറ്റോ എന്നുള്ളത് പിന്നെയാണ്. കൂട്ടത്തിൽ നിങ്ങളാരും കാണിക്കാത്ത ഒരു ധൈര്യം കൂടെയുള്ള ഒരാൾ കാണിക്കുമ്പോൾ അറിയാതെ ഉണ്ടാകുന്ന ഒരു കയ്യടിയില്ലേ, ആ കയ്യടി എപ്പോഴും ഉണ്ടാകണം. അതാണ് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ആദ്യം കൊടുക്കാനുള്ളത്. മനസ്സ് തെളിഞ്ഞ് പെരുമാറുക. അദ്ദേഹം ചെയ്ത നന്മ ഞാൻ 2 ഉദാഹരണങ്ങൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കത് മനസ്സിലാകും. ഒരു കുട്ടി നാളെ പഠിച്ച് വളർന്ന് വലിയ ആളാകുമ്പോൾ എന്നെ ഞാനാക്കിയ എൻ്റെ പ്രിയ ടീച്ചറിന് ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു എന്ന് ധൈര്യപൂർവ്വം നിങ്ങളെ പറ്റി എഴുതും എന്ന് ഉറപ്പുള്ള ഏതെങ്കിലും ഒരു കുട്ടി നിങ്ങളുടെ ലൈഫിലുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. ഞാൻ ആരോടും കൈപൊക്കാൻ പറയില്ല. നിങ്ങളുടെ മനസ്സാക്ഷിയിൽ നിങ്ങൾ ആ കൈപൊക്കണം. അല്ല എങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തണം. A+ വാരിക്കൂട്ടാൻ ആർക്കും കഴിയും. ഇന്റർലോക്കിന്റെ ഇഷ്ടികകളും വെട്ടിഫൈഡ് ടൈലുകളുമല്ല വിദ്യാഭ്യാസത്തിന്റെ പുരോഗതി എന്ന് പ്രിയപ്പെട്ട അധ്യാപകരെ നമ്മളെങ്കിലും മനസ്സിലാക്കണം. ഒരു കുട്ടി 10ാം ക്ലാസ്സിലും +2ലും കഴിയുമ്പോൾ ഈ ഇരിക്കുന്ന സംവിധാനങ്ങളും ഒന്നും ഊരിക്കൊണ്ടല്ല ഒരു കുട്ടിയും വീട്ടിലേക്ക് പോകുന്നത്. ആണോ? നാടോടുമ്പോൾ നടുവേ ഓടേണ്ടതല്ല വിദ്യാഭ്യാസം. നാടോടുമ്പോൾ മുന്നേ ഓടേണ്ടതാണ് വിദ്യാഭ്യാസം. പ്രവാചകരുടെ പിന്തുടർച്ചക്കാരാണ് വിദ്യാഭ്യാസ അധ്യാപകർ. അതുകൊണ്ടാണ് മാതാവും പിതാവും ഗുരുവും കാണപ്പെട്ട ദൈവം, മറ്റേത് വ്യാജ ദൈവം. അങ്ങനെയാണോ? അത് കാര്യം എന്ന് വെച്ചാൽ ദൈവങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്. ഇപ്പോൾ എല്ലാവരും അവരവരുടെ ദൈവത്തെ പിടിച്ചോണ്ടിരിക്കുന്നത്. മാതാവും പിതാവും ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ എന്തിട്ട് പറയാ? മാതാവും പിതാവും ഒന്ന് ഉറക്കെ പറയാം, കേക്കട്ടെ. അപ്പൊ നിങ്ങളൊക്കെ ആരാണ്? ടീച്ചറാണോ ഗുരുവാണോ? നിങ്ങളൊക്കെ ആരാണ്? ടീച്ചറാണോ ഗുരുവാണോ? പ്രതിപുരുഷന്മാര്. ആ ഒരു ഫോട്ടോ എനിക്ക് തരണം കേട്ടോ. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ട്, എനിക്ക് ഒരെണ്ണം തന്നു വിടണം. ഞാൻ ഈ ഗുരുവിനെ എല്ലായിടും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാ. മാതാവും പിതാവും ഗുരുവും ദൈവത്തിന് തുല്യമെന്നോ ദൈവത്തിന് അപ്പുറമെന്നോ? 9ാം മാസം ഗർഭിണിയാകുന്ന അമ്മ ആശുപത്രി കിടക്കയില് കുഞ്ഞിന് ജന്മം നൽകും. അല്ലേ? പൊക്കിൾ കൊടി മുറിച്ചു മാറ്റി കുഞ്ഞ് ലോകത്തേക്ക് വരും. ആടും പ്രസവിക്കും. 5 ആട് ഒരു തൊഴുത്തിൽ നിൽപ്പുണ്ട്. കുഞ്ഞാട് എവിടുന്ന് പാല് കുടിക്കും? 5 ഇടത്തും പോയി ടെസ്റ്റ് ചെയ്യുവോ? ഒരിടത്തുനിന്ന് കുടിക്കുവോ? വേണ്ടുന്നില്ല. 5 ഇടത്തുനിന്നും കുടിക്കുവോ? ഒരിടത്തുനിന്ന് കുടിക്കത്തുള്ളോ? ഒരിടത്തുനിന്ന് കുടിക്കും. അല്ലേ? അവന് പ്രകൃതി കാണിച്ചു കൊടുത്ത അവരുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനാണ് അമ്മ എന്നത്. പൊക്കിള് എന്ന് പറയുന്ന ഒരു അവയവം ദൈവം തന്നിട്ടുണ്ട്. ആ പൊക്കിളിരിക്കുന്ന കാലത്തോളം ഞാനും എൻ്റെ അമ്മയും ഒന്നാണ്. ആ പൊക്കിളുള്ള കാലത്തോളം ഞാനും എൻ്റെ അമ്മയും ഒന്നാണ്. ആ അമ്മയുമായിട്ട് ഈ കുട്ടിക്കുള്ളത് ലൈഫ് ലോങ് ബന്ധമാണ്. ഒരമ്മ എപ്പോൾ പ്രസവിച്ചു തീരും അറിയുമോ? ഒരമ്മ എപ്പോഴാ പ്രസവിച്ചു തീരുക? ഒരമ്മ 2-ൽ ഒരാൾ മരിക്കുമ്പോൾ മാത്രമാണ് ഒരമ്മ പ്രസവിച്ചു തീരുക.
ഒന്നെങ്കിൽ അമ്മ ആദ്യം മരിക്കണം, അല്ലെങ്കിൽ കുഞ്ഞാദ്യം മരിക്കണം. രണ്ടിലാരോ ഒരാൾ മരിച്ചു തീരുമ്പോൾ മാത്രമാണ് ഒരമ്മയുടെ പ്രസവം പൂർത്തിയാകുക. ആശുപത്രിയിലെ വാർഡിലേക്ക്, റൂമിലേക്ക് അമ്മയും കുഞ്ഞിനെയും മാറ്റിക്കഴിയുമ്പോൾ 2 കിലോ ഓറഞ്ച് 100 രൂപ, 1.5 കിലോ ആപ്പിൾ 100 രൂപ, 3 കിലോ ഏത്തക്ക 100 രൂപ, മൊത്തത്തിൽ 200 രൂപയ്ക്ക് ഒരു കിറ്റും വാങ്ങിച്ച് ആശുപത്രിയുടെ ഡോറെ വന്നിട്ട് കൊട്ടുമ്പോൾ സിസ്റ്റർ പറയും, കുഞ്ഞിന് പാല് കൊടുത്തോണ്ടിരിക്കുക, വസ്ത്രം മാറിക്കൊണ്ടിരിക്കുക, 1 മിനിറ്റ് അവിടെ നിൽക്കണേന്ന്. ആരോട്? അതെ, കുഞ്ഞ് വന്നിട്ട് കുഞ്ഞിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ തത്തി നോക്കുമ്പോ അമ്മ പറഞ്ഞു കൊടുക്കും, എൻ്റെ പൊന്നിന്റെ പപ്പ വന്നടാ, എൻ്റെ പൊന്നിന്റെ പപ്പ വന്നടാ. ഉടനെ കുഞ്ഞിങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോ മീശയുള്ള നിൽക്കുന്ന ഇതാണോടാ പപ്പ. ഒരു ലുക്കും ഇല്ലാത്ത ഒരു സാധനം അടുത്ത് കുഞ്ഞ് ആ കണ്ണിറുക്കി അങ്ങോട്ട് പിടിക്കും. എന്നിട്ട് ഈ ബ്ലാങ്കറ്റ് എടുത്ത് ആ വയ്യാത്ത കൈ കൊണ്ട് പൊക്കിയെടുത്ത് അവൻ സ്വയം അങ്ങ് മറയ്ക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ണിട്ട് നോക്കും, ഈ സാധനം പോയോ, ഇനി എന്നെ തട്ടിക്കൊണ്ടെങ്ങാണം പോകാൻ നിൽക്കുവാണോ എന്ന്. അല്ലേ, പിറ്റേ ദിവസവും വരും 100 രൂപയുടെ കിറ്റും വാങ്ങിച്ചുകൊണ്ട്, എൻ്റെ പൊന്നിന്റെ പപ്പ വന്നടാ. 3-ാം വയസ്സ് വരെ ഈ വീടിന്റെ ഉമ്മറത്ത് രാജകുമാരനെ പോലെ, രാജകുമാരിയെ പോലെ തുള്ളിക്കളിക്കുകയായിരുന്നു അവൻ. ഈ വീട്ടിലെ ചെരുപ്പെടുത്ത് അങ്ങേക്കാരന്റെ പറമ്പിൽ കൊണ്ടിടും. ആ കലഹത്തിന് അവൻ ധാരാളമായിരുന്നു 3 വയസ്സ് വരെ. അല്ലേ? അമ്മൂമ്മയുടെ ഉൾപ്പെടെ, അപ്പൂപ്പന്റെ ഉൾപ്പെടെ സർവ്വ ഫോണിന്റെയും പാസ്വേഡ് അവനറിയാം, സർവ്വ ലോക്കുകളും അവനറിയാം, ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങൾ മൊത്തം അറിയാം. മുഴുവൻ സാധനവും പഠിച്ച് രാജാവായിട്ട് അവൻ വാഴുകയായിരുന്നു ആ വീട്ടിൽ. അല്ലേ? എൻ്റെ പ്ലേ ക്ലാസ്സിലെ മിസ്സുമാരൊന്ന് കൈപൊക്കിക്കേ. പ്ലേയിലെ KGയിലെ മിസ്സുമാരുണ്ടോ ഇവിടെ? ഉണ്ട്. ഞാൻ ഏറ്റവും റെസ്പെക്റ്റ് ചെയ്യുന്ന നിങ്ങളെയാണ്. അധ്യാപക സമൂഹത്തിൽ എനിക്ക് ഏറ്റവും വിധേയത്വവും എനിക്ക് ഏറ്റവും ഇഷ്ടവും നിങ്ങളെയാണ്. അതിൻ്റെ കാരണമുണ്ട്. ഞാനൊരു കോളേജിൽ അധ്യാപകനാ, പക്ഷേ ഞാൻ പഠിപ്പിക്കുന്ന, റിസർച്ച് ചെയ്യുന്ന സ്കോളേഴ്സിനെയാണ്. പക്ഷേ എനിക്കിഷ്ടം പ്ലേ ക്ലാസ്സിലെയും അംഗനവാടിയിലെ അധ്യാപകരെ. എൻ്റെ കാരണമുണ്ട്. 3 വയസ്സ് വരെ അച്ഛൻ്റെ കൺമണിയായി, അമ്മയുടെ പൊന്നുമോനായി, രാജകുമാരനായി ഈ ചാടിത്തുള്ളി നടന്നവൻ ജൂൺ മാസം 1-ാം തീയതി പുള്ളിക്കൊടയും ചൂടി, പുള്ളിയുടുപ്പുമിട്ട്, പൗഡർ വിട്ട്, കണ്ണുവെഴുതി, ചെള്ളയ്ക്കൊരു കുത്തും കുത്തി സ്കൂളിലേക്ക് വരുമ്പോ പട്ടുസാരി ഉടുത്ത്, ലിപ്സ്റ്റിക് ഇട്ട്, പിരികമൊക്കെ ത്രെഡ് ചെയ്ത് പ്ലക്ക് ചെയ്ത് സുന്ദരിയായി സ്റ്റൂൾ അറ്റാച്ച്ഡ് ഒരു ചെരുപ്പ് ഒക്കെ ഇട്ട് WW എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ടീച്ചർ സ്കൂളിലേക്ക് വന്ന് സുന്ദരിയായിട്ട് നിൽക്കും. രാവിലെ ഒരുങ്ങി വരുമ്പോ സരസ്വതി ദേവിയെ പോലെ വന്ന് നിൽക്കുന്ന ടീച്ചർ വൈകിട്ട് പിള്ളേരുടെ മൂക്കളയും തുപ്പലും എല്ലാം പറ്റിച്ച് ഭദ്രകാളിയെ പോലെ വീട്ടിലേക്ക് കയറി ചെല്ലും. അപ്പൊ കെട്ടിയവൻ ചോദിക്കും, നീ സ്കൂളിൽ തന്നെയല്ലേ പോയേ, അതോ കുമ്മാട്ടി കളിക്കാൻ പോയതാണോ എന്നൊക്കെ കെട്ടിയവനും അമ്മായിയമ്മയൊക്കെ ചോദിക്കും. ഈ ത്യാഗങ്ങളെല്ലാം സഹിച്ച് ഈ കുഞ്ഞു മക്കളെ ഏറ്റെടുക്കുന്ന നിങ്ങളോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആരാധന. രാവിലെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഈ ബൈക്കിന്റെ മുന്നിൽ കാറിലിരുന്ന് ഈ അച്ഛൻ്റെ അമ്മയുടെയും കൈ പിടിച്ച് വരുന്നവൻ, ഈ അമ്മയുടെ കൈവിരലിൽ തൂങ്ങി വരുന്നവൻ, ഈ അച്ഛൻ്റെ കൈത്തുമ്പിൽ തൂങ്ങി വരുന്ന കുട്ടിയെ കൈ പിടിച്ച് ഏൽപ്പിക്കുന്ന ഒരു നിമിഷമുണ്ട് ജയകുമാർ സാറേ. അമൂർത്തമായ, ദൈവികമായ, അതൊരു പ്രിൻസിപ്പളിനും അത് കിട്ടില്ല കേട്ടോ. ഒരു പ്രിൻസിപ്പൾ ഒരു സ്കൂളിൻ്റെ അധിപതിയാണ് എങ്കിലും ഒരു കുഞ്ഞിൻ്റെ കൈമാറി കൈപിടിക്കുന്ന അമൂർത്തമായ അനുഭവം കിട്ടുന്ന 2ാമത്തെ അമ്മയാണ് അവൻ്റെ സ്കൂളിലെ ടീച്ചർ. ആ ടീച്ചറിൻ്റെ കയ്യിലേക്ക് നിങ്ങൾ ഫോട്ടോ എടുക്കുന്നുണ്ടാവും കുട്ടികൾ മാറുന്നുണ്ട്, പക്ഷേ ആ കുഞ്ഞുമോൻ്റെ കൈ വിറയ്ക്കുകയായിരിക്കും ആ സമയം. അച്ഛൻ്റെ കയ്യിൽ നിന്ന് ടീച്ചറിൻ്റെ കൈ പിടിക്കുമ്പോൾ ആ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കുണ്ട്, എൻ്റെ പൊന്നിൻ്റെ ടീച്ചറാടായത്, എൻ്റെ മുത്തിൻ്റെ ടീച്ചറാടിയത് പറയൂലേ, എൻ്റെ കുഞ്ഞിൻ്റെ ടീച്ചറാ. ഇന്നത്തെ കാലത്ത് അയൽവാസിയെ വിശ്വസിച്ചേൽപ്പിക്കാൻ നമുക്ക് പറ്റുമോ കുട്ടികളെ? കൊച്ചച്ഛനെയും അമ്മാവനെയും പോലും വിശ്വസിക്കേൽപ്പിക്കാൻ കഴിയാത്ത ഒരു കാലത്ത് ഒരു കുടുംബ ബന്ധമോ ഒരു പരിചയങ്ങളോ ഇല്ലാതെ നിങ്ങളുടെ കയ്യിലേക്ക് കൈമാറി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിനെയാണ് ഗുരു എന്ന് പറയുക. ഗുരുവിൻ്റെ 2ാമത്തെ ക്വാളിറ്റി ഇന്ന് മുതൽ ജയകുമാർ സാർ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഗുരുവിൻ്റെ 2ാമത്തെ ക്വാളിറ്റി ശ്രീനാരായണ ഗുരുവിനെ, ജീസസ് ക്രിസ്റ്റിനെ, ശ്രീ ബുദ്ധനെ,
ഒക്കെ വെക്കുമ്പോൾ അവരുടെ തലയുടെ ചുറ്റും ഒരു പ്രകാശം കണ്ടിട്ടുണ്ടോ? അതാണ് ഗുരുവിന്റെ ലക്ഷണം. നിങ്ങളുടെ ചുറ്റും പ്രകാശമാണോ അതോ തലേന്ന് കിളി പോയതുപോലെ ഇരിക്കുകയാണോ? ഒരു മണി ആയിരിക്കുന്നു, ലഞ്ചായിരിക്കുന്നു, ഇതാണ് നിങ്ങളുടെ ചിന്ത എങ്കിൽ നിങ്ങൾ ഈ ജോലിക്ക് യോഗ്യരല്ല. അതിന്റെ കാരണം അമ്മയ്ക്ക് റെസ്റ്റില്ല. അമ്മ ആഹാരം മാറ്റിവെക്കുമെങ്കിൽ നിങ്ങൾ അമ്മയല്ല എന്നല്ലേ അതിന്റെ അർത്ഥം? ആണോ സാറേ? നിങ്ങൾ അമ്മയും അച്ഛനുമാണ് എങ്കിൽ നിങ്ങൾക്ക് ആഹാരം മാറ്റിവെക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ അവൻ്റെ അമ്മയല്ല, നിങ്ങൾ ഒരു ഉദ്യോഗസ്ഥ മാത്രമാണ് അവൻ്റെ മുന്നിൽ. ആണോ അല്ലേ? ഗുരുവിനുള്ളിടത്തും മാത്രമുണ്ടാകുന്ന പ്രതിഭാസത്തിനെ പറയുന്ന പേരാണ് ഗുരുത്വം. ഗുരു ഇല്ലാതാകുമ്പോൾ ഗുരുത്വം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടല്ലേ പിള്ളേർ ബസ്സിൽ കയറിയിട്ട് നമ്മൾ കയറിയാൽ അവൻ ഉടനെ പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കും. ഇന്നലെ കണ്ട വയല്, ഇന്നലെ കണ്ട മണ്ട പോയതെങ്ങ്, ഇന്നലെ കണ്ട പശു മുഴുവൻ അവൻ വീണ്ടും 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 ആസ്വദിക്കുന്നു. ഇടയ്ക്കൂടെ അവൻ ഏറ് കണ്ടിട്ട് നോക്കും, ഇല്ല സാധനം ഇറങ്ങിയോ, ഇല്ല സാധനം ഇറങ്ങിയോ എന്ന്. എന്തിനാ? നമുക്ക് സീറ്റ് ഒഴിഞ്ഞേരായിരിക്കാം. പണ്ടത്തെ കോടതിയും പണ്ടത്തെ ശിക്ഷാവിധിയുമെല്ലാം അധ്യാപകനായിരുന്നു. ഒരു അധ്യാപകൻ, ഒരു ഹെഡ് മാസ്റ്റർ ഒരു നാട്ടിലുണ്ടെങ്കിൽ ഒരു വീട്ടിൽ തർക്കം നടന്ന ഹെഡ് മാസ്റ്ററേക്ക് കൊണ്ടുപോകായിരുന്നു തർക്കം പരിഹരിക്കാൻ. ഇപ്പൊ ഹെഡ് മാസ്റ്റർ തർക്കം തീർക്കാൻ എവിടെ പോകുമെന്നുള്ള ആലോചനയിലാണ് നമ്മളുള്ളത്. അധ്യാപകൻ ഗുരുവാകുമ്പോൾ ഗുരുവിന് എന്ത് യോഗ്യത വേണം? പറയൂ, എന്താണ് ഗുരുവിന്റെ വിദ്യാഭ്യാസ യോഗ്യത? ആർക്കറിയാം? ഒരു അധ്യാപകന്റെ യോഗ്യത, വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞ് ലോകത്തെ ഞെട്ടിച്ച, എല്ലാം അറിയാം, സ്വാമി വിവേകാനന്ദന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസൻ 2ാം ക്ലാസ്സുകാരനായിരുന്നു. ഗുരുവിന് വേണ്ടത് ആന്തരികമായ ജ്ഞാനമാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടി എൻ്റെ കുട്ടിയാണ് എന്ന് തോന്നുമ്പോൾ മാത്രമാണ് ആ ആളിൽ നിന്ന് പ്രകാശം പരക്കുക. ഇതാണ് ജയകുമാർ സാർ ചിന്തിച്ചിട്ടുള്ളത്. ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെയെല്ലാം സൃഷ്ടിച്ചപ്പോൾ സാറിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായ ചിന്ത അത് മാത്രമായിരുന്നു. കുറേ A+കാരെ സൃഷ്ടിക്കാനോ കുറേ അവാർഡുകൾ വാങ്ങിക്കൂട്ടാനോ ഒന്നും ആ പാവം മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ടാവില്ല. സമൂഹത്തിന് കാതലായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന, അല്ലാത്ത വരുമ്പോഴാണ് MDMA കച്ചവടം നടത്തുന്ന ഡോക്ടർമാരുണ്ടാകുക. വിദ്യാഭ്യാസത്തിന്റെ അർത്ഥങ്ങൾ മാറുമ്പോഴാണ് ബാങ്ക് കുത്തി തുറക്കുന്ന എഞ്ചിനീയർമാരുണ്ടാകുക. വിദ്യാഭ്യാസത്തിന്റെ അർത്ഥം മാറുമ്പോഴാണ് ഓപ്പറേഷൻ ചെയ്ത വയറിനകത്ത് കത്രിക കുത്തിക്കെട്ടി വെച്ചിട്ട് വീട്ടിൽ വിടുന്ന ഡോക്ടർമാരുണ്ടാകുക. മുന്നിൽ കിടക്കുന്ന പേഷ്യന്റിന്റെ ശരീരം നോവുമ്പോ എൻ്റെ ശരീരവും നോവും എന്ന് തോന്നുന്നിടത്താണ് മികച്ച ഡോക്ടർ ഉണ്ടാവുക. മുന്നിലിരിക്കുന്ന കുട്ടി 10ാം ക്ലാസ്സിലെ ഫുൾ A+ന് ശേഷം 25ാം വയസ്സിലേക്ക് നിങ്ങളുടെ സ്കൂളിലേക്ക് അവൻ അതിഥിയായി കയറി വരുമ്പോൾ മാത്രമാണ് നമ്മളുടെ പ്രവർത്തനത്തിന് അർത്ഥമുണ്ടാവുക. ഈ സ്കൂളിന് പുറത്തുനിന്ന് ഒരു അതിഥിയെ വിളിക്കാൻ ഇടയാകാത്ത വിധം നിങ്ങളുടെ ഉള്ളിൽ തന്നെ അതിഥികൾ ഉണ്ടാകണ്ടേ? മികച്ച സിനിമാ നടികൾ ഉണ്ടാകണം, മികച്ച നാടക നടന്മാരുണ്ടാകണം, മികച്ച പ്രസംഗകരുണ്ടാകണം, മികച്ച എഴുത്തുകാരുണ്ടാകണം, മികച്ച MLAയും MP-യും മന്ത്രിയും ഉണ്ടാകണം, മികച്ച സയന്റിസ്റ്റുമാരുണ്ടാകണം, മികച്ച സ്പേസ് എഞ്ചിനീയേഴ്സ് ഉണ്ടാകണം, മികച്ച ക്രിക്കറ്റ് പ്ലെയേഴ്സ് ഉണ്ടാകണം. അങ്ങനെ നിങ്ങളൊന്ന് പരതുമ്പോൾ ഒരതിഥിക്ക് വേണ്ടിയുള്ള സെർച്ചിങ്ങിൽ ശബരിഗിരിയിൽ ഉണ്ടല്ലോ അതിഥി എന്ന് പറയുന്നിടത്തേക്ക് നിങ്ങൾ എത്തുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ 450 പേരുടെ പ്രവർത്തനവും ജയകുമാർ സാറിന്റെ ആശയവും അർത്ഥവത്താവുക. ഓരോ പരിപാടി വരുമ്പോഴും ഗസ്റ്റിനെ തപ്പി നിങ്ങൾ ഇറങ്ങുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ വിദ്യാഭ്യാസ പ്രക്രിയ പൂർത്തിയായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഉണ്ടാകണ്ടേ അതിഥികൾ? ഉണ്ടാകണ്ടേ? അതിനെന്ത് വേണം? അതാണ് പുതിയ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പറയുന്നതാണ്. നിങ്ങളുടെ ഉള്ളിൽ അതിഥി ഉണ്ടാകണം. അതിൻ്റെ ആകെ തുക, NEPയുടെ ആകെ തുക ഇവിടെ അതിഥി ഉണ്ടാകണം. ആ രീതിയിൽ നിങ്ങളുടെ പ്രക്രിയ മാറണം.
അതിന് ആദ്യം നിങ്ങളുടെ നിലവാരത്തെ മെച്ചപ്പെടുത്താൻ കഴിയണം. നമ്മൾ വിചാരിക്കുന്നത് പോലെ B.Ed പഠിച്ചു, അതുകൊണ്ട് ഞാനൊരു സ്കൂളിലേക്ക് വന്നു, എനിക്കിവിടെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എനിക്കൊരു ജോലിയായി, ഞാനിവിടെ ടീച്ചറായി. നോ. അപ്പോൾ നിങ്ങൾ ഒരു പ്രൊഫഷനെ തേടി വന്നു, നിങ്ങൾ പാഷനെ തേടി പോയില്ല എന്നാണ് അർത്ഥം. ടീച്ചിങ് ഒരു പാഷനാകണം. അമ്മ 24 മണിക്കൂറും അമ്മയാകുന്നത് പോലെ ടീച്ചർ 24 മണിക്കൂറും ടീച്ചറായിരിക്കണം. പല വേഷങ്ങൾ നിങ്ങൾ അണിയുന്നുണ്ടാകാം, ഒരുപാട് പ്രശ്നങ്ങൾ. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഒരേ ഒരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. നമ്മളൊരു സ്കൂളിൽ ജോലി ചെയ്യുക, നമ്മൾ മനുഷ്യരാണ് എന്ന് ആദ്യം പഠിക്കണം. നമ്മളൊരു സ്കൂളിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ മനുഷ്യരാണ് എന്ന് ആദ്യം പഠിക്കണം. നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന പ്രയാസങ്ങളെയും സമ്മർദ്ദങ്ങളെ ഇറക്കി വെക്കാനുള്ള ഇടമായി നിങ്ങൾ സ്കൂളിനെ കാണരുത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ മൂശാട്ട വരുത്തല്ല സ്കൂളിലേക്ക് വരേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങളുടെ വീട്ടിലെ മാപ്പിളയായിട്ട് ഗുസ്തി കൂടിയതും അമ്മായിയമ്മയായിട്ട് കുത്തുകൂടിയതും തീർക്കാനുള്ള ഇടമല്ല നമ്മുടെ സ്കൂള്. അത് പ്രതീക്ഷിച്ചല്ല ഓരോ അച്ഛനും അമ്മയും അവരുടെ കൺമണികളെ ഈ സ്കൂളിലേക്ക് വിടുന്നത്. നിങ്ങളുടെ പരസ്പരമുള്ള യുദ്ധം തീർക്കാനുള്ള ഇടപെടുകയല്ല. അധ്യാപകര്, ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു സ്കൂളിലേക്ക് ചെന്നപ്പോൾ 2 അധ്യാപകർ 2 സൈഡിൽ നിന്ന് വന്ന് എന്നോടൊരു കാര്യം പറഞ്ഞു. അവൾ പറയുന്ന കേക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുത്തി അങ്ങ് ഓടി. ഞാൻ ഒരുത്തിന്നല്ല അതിനെ വിളിക്കാൻ പറ്റുള്ളൂ. വേറൊരു സാധനം വന്നിട്ട് പറഞ്ഞ് അവൾ ചുമ്മാ പറഞ്ഞാണെന്ന്. 2 ടീച്ചർമാരാണ്. ഞാൻ പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞ് 2 ടീച്ചർമാരാ, ഗ്യാങ്ങാണ്. ആ സ്കൂളിൽ എങ്ങനെയാണ് പുരോഗതി ഉണ്ടാകുക? അത്ര സ്വസ്ഥത കൊടുക്കാത്ത ഒരു സ്കൂളിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മിടുക്കരായ കുട്ടികളെ എങ്ങനെ ഫോം ചെയ്യാൻ പറ്റും? ഓരോ അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നമാണ് ഓരോ കുട്ടിയുമെന്നും പ്രിയപ്പെട്ട അധ്യാപകരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടി അവൻ സാധാരണ കുട്ടിയല്ല. നാളെ ഇവൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയേക്കാം, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആയേക്കാം, ഈ ജില്ലയുടെ കളക്ടറായേക്കാം, ഹൈക്കോടതിയിലെ പ്രസിദ്ധനായ ജഡ്ജിയായേക്കാം. എല്ലാത്തിലും ഉപരി ഇവനൊരു നല്ല മനുഷ്യനായി മാറണം എങ്കിൽ ഞാൻ എങ്ങനെ മാറണം എന്ന് ഓരോ ടീച്ചർമാരും ആത്മാർത്ഥമായി ആഗ്രഹിക്കണം. നിങ്ങൾ ജയകുമാർ സാറിനെ പറ്റി നിരന്തരം കേട്ടല്ലോ, 1-2 മണിക്കൂർ നിങ്ങൾ കേൾക്കുകയായിരുന്നു. വെറുതെ ഒരു ജയകുമാർ ഉണ്ടായതല്ല, അതിൻ്റെ പിന്നിൽ ഒരായുഷ്കാലത്തിൻ്റെ നിരന്തരമായ പരിശ്രമത്തിലാണ് അങ്ങനെ ഒരു മനുഷ്യൻ ഫോം ചെയ്തത്. നമ്മുടെ ഉള്ളിലും ഉണ്ടാകേണ്ടത് അദ്ദേഹത്തെ പോലെ ഒരു വലിയ വിഷനുള്ള ഒരു വലിയ മനുഷ്യൻ നേതൃത്വം കൊടുക്കുന്ന ഒരു സ്കൂളിൽ നമ്മളെ പോലെ ഒരു ടീച്ചറിനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, എനിക്ക് എന്തുമാത്രം ഈ സ്കൂളിനെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കണം. വലിയ വലിയ പുസ്തകങ്ങൾ പഠിച്ചവരാകാൻ നിങ്ങൾ. കബീർദാസ് പറയുന്നുണ്ട്, പോഥി പടി പടി ജഗ് മുവാ പണ്ഡിത് ഭയാനക് ഹോയ്, ഡായി അക്ഷർ പ്രേമ കാ പഠേസോ പണ്ഡിത് ഹോയ്. വലിയ വലിയ പുസ്തകങ്ങൾ പഠിച്ചവരൊന്നുമല്ല പണ്ഡിതന്മാർ. പ്രേമം എന്ന 2 അക്ഷരം പഠിച്ചവരാണ് പണ്ഡിതൻ എന്ന് കബീർദാസ് വിശദീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഓരോ കുട്ടിയോടും നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് എത്രമാത്രം പ്രേമവും വിധേയത്വവും അവനോടുള്ള കരുണയും അവനോടുള്ള സ്നേഹവും ഉണ്ടോ, അതിനനുസരിച്ചാണ് ഓരോ കുട്ടിയും നമ്മുടെ മുന്നിൽ വളരുന്നതും നമ്മളെ ഫോളോ ചെയ്ത് അവൻ മുന്നോട്ട് പോകുന്നതും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ശബരിഗിരി സ്കൂളിൻ്റെ ബാനറിൽ പല ഭാഗത്തായി 10,000-കണക്കിന് മക്കളെ വളർത്തിയെടുക്കുന്ന അധ്യാപകരെ, നിങ്ങളോട് എനിക്ക് അകമഴിഞ്ഞ ബഹുമാനം മാത്രമേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ മുന്നിൽ വലിയ പ്രതീകങ്ങളാണ്. എത്രയോ കുഞ്ഞുമക്കളെ 10-15 കൊല്ലക്കാലം വളർത്തി വലുതാക്കാൻ ദൈവം നിയോഗിച്ച പ്രൊഫറ്റുകളുടെ തുടർച്ചയാണ്. ഖുർആൻ പറയുന്നത് തന്നെ, ഖുർആൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ്, ഇഖ്റ, വായിക്കുക, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക. സർവ മതഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നത് വായിക്കുക, പഠിക്കുക.
വിദ്യാഭ്യാസത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്ത സമുദായമാണ് ക്രിസ്തീയ സമുദായം. ശ്രീനാരായണ ഗുരു വിദ്യാഭ്യാസത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്ത വലിയ മനുഷ്യനായിരുന്നു. അത്തരത്തിലുള്ള മഹാരഥന്മാരുടെ കൂട്ടത്തിൽ ഡോക്ടർ VK ജയകുമാർ എന്ന് പറയുന്ന വലിയ മനീഷിയും കൂടെ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. ആ പ്രൊഫറ്റുകളുടെ, ആ പ്രവാചകന്മാരുടെ പിന്തുടർച്ചയായിട്ടാണ് അദ്ദേഹം നിങ്ങളുടെ മുന്നിലുള്ളത്. അതേ പിന്തുടർച്ചയാണ് പ്രിയപ്പെട്ടവരെ, അധ്യാപകരെ, നിങ്ങളെ ദൈവമേൽപ്പിച്ചതാ. 10,000-കണക്കിന് ജനസമൂഹത്തിന്റെ ഇടയിൽ നിന്നും അധ്യാപക വൃത്തിയിലേക്ക് ഒരമ്മയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ അമ്മയായി നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അത് ചെറിയ ഉത്തരവാദിത്വമല്ല, അതൊരു ചെറിയ ഉത്തരവാദിത്വമല്ല. ഓരോ കുട്ടിയുടെയും ജീവിത സ്പന്ദനങ്ങളിൽ എഴുതി ചേർക്കേണ്ട പേരാണ് നിങ്ങളുടെ പേര് എന്ന് നിങ്ങൾ അടിക്കടി നിങ്ങളെ ഓർമ്മിപ്പിക്കണം. 2 കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തണം. നിങ്ങൾക്ക് ശാരീരികമായ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. തൈറോയിഡ് പ്രശ്നങ്ങൾ, ലേഡീസാണ്, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. ഒരു ശാരീരിക പ്രശ്നവുമായി സ്കൂളിൽ വരരുത്. കാരണം നിങ്ങളുടെ ശാരീരിക പ്രശ്നം നേരിടേണ്ടത് ഈ ഇരിക്കുന്ന മക്കളുമാരല്ല എന്ന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉറപ്പുവരുത്തണം. രണ്ടാമത്തത്, നിങ്ങളൊരു മനുഷ്യരായതുകൊണ്ട് തന്നെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം, നിങ്ങൾക്ക് സ്ട്രെസ്സുകൾ ഉണ്ടാകാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. മാനസിക വിഷമങ്ങളുമായിട്ടും ഈ പിള്ളേരെ ട്രീറ്റ് ചെയ്യരുത്. കാര്യം ഈ കുഞ്ഞുങ്ങൾ നാളെയുടെ വാഗ്ദാനങ്ങളാണ്. നിങ്ങൾ ഒരു ദിവസം ഉഴപ്പിയാൽ അവൻ്റെ ഭാവിയിലെ ഒരു വലിയ നിമിഷങ്ങളും വലിയ ദിവസങ്ങളുമാണ് നഷ്ടപ്പെടുന്നതെന്ന് അധ്യാപകരെ മനസാക്ഷിയിൽ നിങ്ങൾ കുറിച്ചിടണം. നിങ്ങൾ ഉഴപ്പിയാൽ കണക്ക് പറഞ്ഞ് നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങൾ മാപ്പിരക്കേണ്ടതായിട്ട് വരും. കാര്യം അത്ര പ്രധാനപ്പെട്ട റോളാണ് അധ്യാപകരെ നിങ്ങൾക്കുള്ളത്. ഭിന്നതകളുമുണ്ടെങ്കിൽ തിരുത്തുവാൻ അധ്യാപകരെ, പ്രിയപ്പെട്ടവരെ, നമുക്ക് കഴിയണം. അധ്യാപകൻ ലൈഫ് ലോങ് സ്റ്റുഡൻറ്റും കൂടിയാണ്. അധ്യാപകൻ ലൈഫ് ലോങ് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ നിങ്ങളോട് പറയാണ്, ഇന്ന് പത്രം വായിച്ചവർ കൈപൊക്ക് എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ കൈതാത്തിട്ടേക്കാം. എങ്ങനെയാണ് നമ്മളുടെ മക്കളോട് പത്രം വായിക്ക് എന്ന് പറയാൻ കഴിയുക? 2 മാസത്തെ സ്കൂൾ അവധിക്ക് ശേഷം പുത്തനെടുപ്പും പുത്തൻ ബാഗും പുത്തൻ യൂണിഫോമും പുത്തൻ പെൻസിലും പുത്തൻ ഷാർപ്പനറുമായിട്ട് പുതിയ പുസ്തകങ്ങളും ബുക്കുകളുമായി സ്കൂളിലേക്ക് കടന്നു വന്നപ്പോ അവന്റെ പുതിയ പുസ്തകത്തിലേക്ക് എഴുതി ചേർക്കുവാൻ എന്ത് പുതിയ അറിവാണ് പ്രിയപ്പെട്ട അധ്യാപകരെ നമ്മുടെ കയ്യിലുള്ളത്? 1989-ലും 90-ലും പഠിച്ച BEdന്റെ പുസ്തകവുമായിട്ടാണോ 2024 AI യുഗത്തിൽ ജീവിക്കുന്ന കുട്ടിയെ പഠിപ്പിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്? ചിന്തിക്കണ്ടേ? നമ്മൾ ചിന്തിക്കണ്ടേ? 2024 കുട്ടി നിങ്ങളില്ലാതെ തന്നെ സബ്ജക്റ്റ് പഠിക്കാൻ കേമനായിട്ടാണ് ക്ലാസ്സിലേക്ക് വന്നിട്ടുള്ളത്. അവനെ പഠിപ്പിക്കാൻ 1990-ലെയും 91-ലെയും അതേ BEdന്റെ പുസ്തകവുമായിട്ട് ഒരു അപ്ഡേഷനും ഇല്ലാതെയാണ് നിങ്ങൾ സ്കൂളിൽ വരുന്നത് എങ്കിൽ ആ കുട്ടിയോട് ചെയ്യുന്ന ചീറ്റിംഗ് അല്ലേ അത്? നമ്മൾ മാത്രമുള്ളതുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. അപ്ഡേഷൻ വേണ്ടേ? നമുക്ക് വേണ്ടേ? ഇവിടെ കിടക്കുന്ന രോഗിയെ അമേരിക്കയിലുള്ള ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്ന കാലത്താണ് അധ്യാപകരെ നമ്മളുള്ളത്. അതേ സംവിധാനം ഫോളോ ചെയ്യുന്ന, അതേ സംവിധാനത്തിലൂടെ പോകുന്ന ഒരു ലോകത്ത് അപ്ഡേഷനുള്ള ഒരു ടീച്ചറായി നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയണം. അല്ല എങ്കിൽ ഇപ്പോഴും ഫോൺ വരുമ്പോൾ എങ്ങോട്ട് തോണ്ടിയാലാണ് ഇത് ഓഫാകുന്നത് എന്ന് പോലും അറിയാതെ ഈ ഫോണും പൊക്കി പിടിച്ച് അടുക്കളയിൽ നിന്ന് സിറ്റൗട്ടിലേക്കും സിറ്റൗട്ടിൽ നിന്ന് അടുക്കളയിലേക്കും ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ അതിൻ്റെ അകത്ത് കയറി പാസ്വേഡ് അഴിച്ച് മുഴുവൻ കാര്യങ്ങളും അവൻ ഓപ്പറേറ്റ് ചെയ്ത് വരും. 4 വയസ്സുകാരൻ. അവൻ്റെ മുന്നിൽ നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല. അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ജയകുമാർ സാറ് ഇത്രയും വലിയ സംവിധാനങ്ങൾ സ്ഥാപിച്ചപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് അദ്ദേഹത്തിൻ്റെ വിഷനെ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ, സമൂഹത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയെ പൂർത്തിയാക്കുവാൻ പ്രിയപ്പെട്ട അധ്യാപകരെ മനസ്സോട് മനസ്സ് ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. അതിനാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. പ്രിൻസിപ്പൾ പറയുമ്പോൾ ഞാൻ പ്രിൻസിപ്പളിനേക്കാൾ സീനിയറാണ് എന്ന തലയെടുപ്പല്ല നമുക്ക് വേണ്ടത്. ജയകുമാർ സാർ ഒരു തുറന്ന പുസ്തകം പോലെ നിങ്ങളുടെ മുന്നിലിരിപ്പുണ്ട്.
അനേകം അവാർഡുകൾ വാങ്ങിച്ച ഒരു വലിയ മനുഷ്യൻ, അനേകം പുസ്തകങ്ങൾ എഴുതിയ ഒരു വലിയ എഴുത്തുകാരൻ, അനേകം ബിരുദങ്ങൾ സമ്പാദിച്ച ഒരു വലിയ വിദ്യാഭ്യാസ വിചക്ഷണൻ. ആ മനുഷ്യന്റെ ജീവിതം എന്നേക്കാൾ അധികമായിട്ട് കഴിഞ്ഞ ഏറെ വർഷങ്ങളായിട്ട് ഈ ശബരിഗിരി സ്കൂളിലെ ഓരോ സ്റ്റാഫിന്റെ മുന്നിലും ഒരു തുറന്ന പുസ്തകമായിട്ട് അദ്ദേഹം ഇരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മാങ്ങയുള്ള മാവിന്റെ കൊമ്പ് അല്പം ചാഞ്ഞു നിൽക്കും, മാങ്ങയുള്ള മാങ്കൊമ്പ് താന്നു നിൽക്കും, മാങ്ങയില്ലാത്ത മാങ്കൊമ്പ് പൊങ്ങി നിൽക്കും. തലയിൽ എന്തെങ്കിലും ഉള്ളവരുടെ തല അല്പം വിനയം കൊണ്ട് കുമ്പിടും, ഒന്നുമില്ലാത്തവൻ നെട്ടമേ നിൽക്കും. ഇതാണ് ഞാനാണ് ഇവിടുത്തെ മൊത്തം. ഇയാൾക്ക് 40 വയസ്സേ ഉള്ളല്ലോ, ഞാൻ അത് നിന്നേക്കാൾ 20 വർഷം കൂടെ സർവീസുള്ള, ഞാൻ അനുസരിക്കത്തില്ല. ഞാൻ ലെസൺ പ്ലാൻ വെക്കാനോ, ഞാൻ ടീച്ചിങ് നോട്ട് വെക്കാനോ, ഞാൻ ടൂറിന് വരാനോ, ഞാൻ ശാസ്ത്രമേള സംഘടിപ്പിക്കാനോ എല്ലാം പ്രിൻസിപ്പൾ ചെയ്താൽ മതി. എന്നാ പിന്നെ നിങ്ങളെല്ലാം പിരിഞ്ഞു പോയിട്ട് പ്രിൻസിപ്പൾ തന്നെ ഇത് റൺ ചെയ്യിച്ചോളും. വാനും പ്രിൻസിപ്പൾ ഓടിക്കട്ടെ, കിളിയായിട്ടും പ്രിൻസിപ്പൾ പോകട്ടെ, പ്രിൻസിപ്പൾ മെറ്റോ അടിച്ചു വാരട്ടെ, പ്രിൻസിപ്പൾ പിള്ളാരെയും കൊണ്ടിരുത്തട്ടെ, എല്ലാം പ്രിൻസിപ്പൾ ചെയ്തോളും. ഇല്ല ഇല്ല ഇല്ല, പ്രിൻസിപ്പളിന്റെ കസേരയ്ക്ക് ഒരു മഹത്വമുണ്ട്. അത് എക്സ് ഓർ വൈ ആരുമാകട്ടെ, അവരോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ, അല്ലാതെ പ്രിൻസിപ്പളിന്റെ മീറ്റിംഗ് കഴിയുമ്പം ഇടയ്ക്കൂടെ ഇറങ്ങി പുറകിൽ ചെന്നിട്ട് ചുമ്മാതെ, അവർക്ക് വേറെ പണിയൊന്നുമില്ല മനുഷ്യനെ ഇട്ട് പാടുപെടുത്തിക്കാൻ. ഇല്ല, അതൊരു ചതിയാണ് കേട്ടോ, അതൊരു ചതിയാണ്. ആ വർത്തമാനം നിങ്ങൾ പറഞ്ഞാൽ അതൊരു ചതിയാണ്. കാര്യം, ഒരു മീറ്റിങ്ങിൽ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞൊരു കാര്യം പാസ്സാക്കിയെടുത്തിട്ട് സൈഡിൽ കൂടെ ഇറങ്ങിപ്പോയിട്ട് മാറി നിന്നിട്ട് ചുമ്മാതെ അവർ ഈ വീട് എടുത്ത് ഇവിടെ താമസിച്ചിട്ട് മനുഷ്യനെ ഇട്ട് എക്കോട്ടും മടക്കോട്ടും ഇട്ട് ഓടിച്ചോളുക. സ്കൂളങ്ങ് പോകും. കഴിഞ്ഞ വർഷം സ്കൂളുണ്ടായിരുന്നു, ഈ വർഷം സ്കൂളുണ്ടായിരുന്നു, അടുത്ത വർഷം സ്കൂളുണ്ടാവും. 1000 പിള്ളേർ 200,000, നമുക്ക് വിഷയമില്ല, നമുക്ക് നമ്മുടെ ടീച്ചിങ് പോസ്റ്റ് നിലനിന്ന് പോകണം. ഇല്ല, ശരിയല്ല, ശരിയല്ല. ഞാൻ മുമ്പേ പറഞ്ഞ വാക്കാണ്, നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കൈത്തുമ്പിൽ ഏർപ്പെട്ട കുട്ടിയോടും അവരുടെ പേരൻസിനോട് നിങ്ങൾ കാണിക്കുന്ന ചതിയാണത്. അധ്യാപകൻ ചതിക്കുന്നത് ദൈവം ചതിക്കുന്നത് പോലെയാണ്. പ്രിൻസിപ്പൾ എക്സോ വൈയോ, നാളെ നിങ്ങൾ പ്രിൻസിപ്പൾ ആകില്ലേ? നിങ്ങൾ വേറൊരു പൊസിഷനിലേക്ക് എത്തില്ലേ? അതുകൊണ്ട് കുട്ടികൾക്ക് മാതൃകയാകുന്ന അധ്യാപകരായി ഒരു സ്കൂളിൽ തുടരുവാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ മോശമാണ് എങ്കിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ ബെറ്റർ ആകണം. അതിനാണ് സാർ ഇൻ്റർനാഷണൽ സ്കൂൾ തുടങ്ങിയിട്ടുള്ളത്. എവിടെയാണ് നമ്മുടെ പോരായ്മ, എവിടെയാണ് നമ്മുടെ ന്യൂനത, അത് തിരിച്ചറിയുന്നിടത്താണ് നമ്മളാകുന്ന അധ്യാപികയുടെ സ്കോർ കൂടുന്നത്. അതുകൊണ്ട് ഈ 2024 AI യുഗത്തിൽ ജീവിക്കുമ്പോൾ AI മിടുക്കിയായി, സ്കൂളിന് മുതൽക്കൂട്ടായി, സമൂഹത്തിന് മുതൽക്കൂട്ടായി, ഓരോ കുടുംബത്തിലും നിങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന വിധത്തിൽ ഓരോ കുട്ടിയും സ്കൂൾ വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ആ കുട്ടി നാളെ നിങ്ങളെ ഓർക്കുന്ന തരത്തിൽ. നിങ്ങൾ കണ്ടിട്ടില്ലേ, സ്കൂളിൻ്റെ എല്ലാം പ്രവൃത്തി ദിവസവും കഴിഞ്ഞ് പരീക്ഷയും കഴിയുമ്പോൾ 4-5 കൊല്ലം കഴിയുമ്പോൾ 5-6 പിള്ളേർ സ്കൂളിലേക്ക് കയറി വരും. നമ്മൾ 3-4 പേര് അവിടെ നിൽക്കുമ്പോൾ ആ കുട്ടി ചോദിക്കും, ടീച്ചറെ സരസ്വതി ടീച്ചറുണ്ടോ? നമ്മൾ 4 പേര് അവിടെ നിൽക്കുമ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് സരസ്വതി ടീച്ചറുണ്ടോ എന്ന്. അതിൻ്റെ അർത്ഥം അവൻ ചകഞ്ഞ കണ്ണ് നിങ്ങളെ 4 പേരെ അല്ലായിരുന്നു, സരസ്വതി ടീച്ചറിനെ ആയിരുന്നു. ഓരോ കുട്ടിയും സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ ചകയുന്ന ഒരു മുഖങ്ങളുണ്ട്, ചകയുന്ന ചില പേരുകളുണ്ട്. ആ ചകയുന്ന പേരായി മാറാൻ പ്രിയപ്പെട്ട അധ്യാപകരെ നമുക്ക് കഴിയണം. അവിടുന്ന് മാത്രമാണ് ആ പ്രകാശമുണ്ടാകുക. അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ തലയുടെ ചുറ്റും പ്രകാശമടിക്കുക. അപ്പോൾ മാത്രമാണ് നിങ്ങൾ ഗുരുവാവുക. അവിടെ വരെയും നിങ്ങൾ ടീച്ചറാണ്. പണ്ടൊക്കെ ആണും പെണ്ണും സാറായിരുന്നു. ജയകുമാർ സാറ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്, അല്ല സാറേ, നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ആണും പെണ്ണും എല്ലാം ആരായിരുന്നു? സാറന്മാരായിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പം ആണുങ്ങളെല്ലാം സാറുമായി, പെണ്ണുങ്ങളെല്ലാം ടീച്ചറുമായി.
അതും കുറേ നാൾ കഴിഞ്ഞപ്പോൾ എല്ലാം മിസ്സെല്ലാം കഴിഞ്ഞപ്പോൾ മാഡമായി, മാഡം എല്ലാം കഴിഞ്ഞപ്പോൾ മായായി, പിന്നെ ആവും പിള്ളേർ. ഏതാ ഒരു പിടിയില്ല ഏതാത്. ശരി, എപ്പോഴേലും കാണാം. ഞാൻ എൻ്റെ മനസ്സിലുള്ളതെല്ലാം ദൈവസന്നിധിയിൽ വെച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് പകർന്നു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആലോചിക്കാം. ഇന്ന് നിങ്ങൾ ഉറങ്ങരുത്. എനിക്ക് ഈ 450 പേരോടുമുള്ള ഒരു വാക്കാണത്. ഇന്ന് നിങ്ങൾ ഉറങ്ങരുത്. ഉറങ്ങാതിരുന്ന് ഇന്ന് നിങ്ങൾ ആലോചിക്കണം. ജയകുമാർ സാറിനെ പറ്റി, ജയകുമാർ സാറിൻ്റെ വിഷനുകളെ പറ്റി, കഴിച്ച നെല്ലിക്കയെ മധുരമായി ഇറക്കി കുടിക്കുന്ന ഒരു വലിയ മനുഷ്യൻ്റെ പ്രയത്നത്തെപ്പറ്റി നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ഉറങ്ങാതെ ഇരിക്കണം. എന്താണ് ആക്ച്വലി ഇന്ന് സംഭവിച്ചത്? ഇന്ന് എന്തിനായിരുന്നു പോയത്? ഇന്ന് എന്താണ് അവിടെ ചർച്ച ചെയ്തത്? ഞാനെന്ന് പറയുന്ന അധ്യാപിക, ഞാനെന്ന് പറയുന്ന ടീച്ചർ ആ സ്കൂളിന് എത്രമാത്രം മുതൽക്കൂട്ടാണ്? ഓരോ കുട്ടിക്കും എത്രമാത്രം മുതൽക്കൂട്ടാണ്? ഓരോ കുട്ടിയും എന്നെ എത്രമാത്രം ഓർക്കുന്നുണ്ട്? ഓരോ പാരൻസിൻ്റെ മുന്നിൽ ഞാൻ ആരാണ്? ജയകുമാർ സാറിനെ പറ്റി ഇന്ന് ഇത്രയും പേര് പ്രതിപാദിച്ചപ്പോൾ നാളെ എന്നെപ്പറ്റി ആരായിരിക്കും പ്രതിപാദിക്കാനുണ്ടാകുക? എൻ്റെ പ്രയത്നങ്ങളും എൻ്റെ പരിശ്രമങ്ങളും ഏതർത്ഥത്തിലാണ് സമൂഹത്തിലേക്ക് എത്തിയിട്ടുള്ളത്? ഇതെല്ലാം ആലോചിക്കാൻ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ രാത്രിയിൽ അല്പസമയം നിങ്ങൾ എടുക്കണം. ആ ഉറക്കം ഒഴിക്കൽ നിങ്ങളുടെ കരിയറിലെ, നിങ്ങളുടെ ജോബ് ടൈറ്റിലെ ഏറ്റവും വലിയ അവസരവും നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിലെ ഏറ്റവും വലിയ വിളക്കുമായിട്ടത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഏറെ അഭിമാനം എന്നെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് വിളിക്കുവാൻ നിങ്ങൾ കാണിച്ച നല്ല മനസ്സിന്, നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന്, നിങ്ങൾ എന്നോടൊപ്പം അല്പസമയം ചെലവഴിച്ചതിന് എല്ലാമുള്ള സ്നേഹവും നന്ദിയും എല്ലാം അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ VK ജയകുമാർ സാറിനും അദ്ദേഹത്തിൻ്റെ പ്രിയങ്കരിയായ സഹധർമ്മിണിക്കും അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിനുമുള്ള എല്ലാ ദൈവാനുഗ്രഹവും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി.